أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി, ഈ സെമിനാറിൻ്റെ അധ്യക്ഷയുമായ സൗദാക്കെ, ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം റഹ്മാബി സാഹിബ, പ്രശസ്ത ആക്ടിവിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ MJS മല്ലിക, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ സാഹിബ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയങ്കരരായ സഹോദരിമാരെ, കൂട്ടുകാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാവട്ടെ. സ്ത്രീ, മതം, മതേതരത്വം, മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന തലക്കെട്ടോടുകൂടി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിലാണ് നാം ഏവരും. എനിക്കറിയാം, ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സെമിനാറിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന്. കാരണം കുറച്ചു നാളുകളായി മുമ്പും തുടർന്നു പോയിട്ടുള്ളതിൻ്റെ പിൻഗാമി എന്നോണം, തുടർച്ചയെന്നോണം, മുസ്ലിം പെണ്ണിൻ്റെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ നിമിഷവും കേരളത്തിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലയിൽ തീർച്ചയായും കനമുള്ള കുറേ അമ്പുകൾ നിങ്ങൾക്കു നേരെയും ഈ കാലയളവുകളിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ GIO ആഗ്രഹിക്കുന്നത് തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തിട്ടും കേരളത്തിലെ മുഖ്യ സുപ്രധാന രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ ഈ പ്രശ്നത്തെ ഏറ്റെടുത്തിട്ടും എന്താണ് മുസ്ലിം സ്ത്രീക്ക് പറയാനുള്ളത് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. മതവും മതേതരത്വവുമായും ബന്ധപ്പെട്ട തീർച്ചയായും ഒരു ഖണ്ഡനത്തെ പൊളിച്ച് കീറി അതിനെ പരിശോധന വിധേയമാക്കുക എന്നത് തന്നെയാണ് തീർച്ചയായും GIO ഈ ഒരു സെമിനാറിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതും. ഇവിടെ നമ്മൾ ആദ്യം മുതലേ ഒന്ന് നോക്കുകയാണെങ്കിൽ, കേരള ഗവൺമെന്റ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കുകയും അത് വിവാദമാവുകയും അത് ചൂട് പിടിച്ച ചർച്ചയ്ക്ക് വിധേയമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ സിയസ്കോ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു യതീംഖാനയിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് വിവാഹം നടന്നത് എന്ന പേരിൽ നിലവിലെ ഭരണഘടനാ നിയമപ്രകാരം ഒരു പെൺകുട്ടിക്ക് വിവാഹപ്രായം എന്നത് 18 വയസ്സ് എന്നായതുകൊണ്ട് തീർച്ചയായും സിയസ്കോ എന്ന ആ യതീംഖാനയുടെ ഉടമസ്ഥതയിലുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതിനെ അറബിക്കല്യാണം എന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി നാമകരണം ചെയ്ത് ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് ചർച്ചകളായിരുന്നു. എല്ലാവരും പറഞ്ഞു, മതേതരവാദികളായ, മതേതരത്തെ ഇഷ്ടപ്പെടുന്ന സെക്യുലറിസ്റ്റുകളായ മുസ്ലിം സ്ത്രീ എന്നാണോ അവളുടെ പർദ്ദയഴിച്ച്
ഇസ്ലാമിക വേഷം അഴിച്ചു വെച്ച് എന്നാണോ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്, എന്നിട്ട് അവൾ മതസമുദായത്തെ തള്ളിപ്പറയാൻ എന്നാണോ പ്രാപ്തയാവുന്നത്, എന്നാണോ തയ്യാറാവുന്നത്, അപ്പോൾ മാത്രമേ തീർച്ചയായും അവൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ ഒരു വശത്ത് ഈ ചർച്ചയെ ഏറ്റെടുത്തു. മറുവശത്ത് നമ്മൾ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ നേതൃനിരയിലുള്ളവർ തന്നെ ഈ വിഷയത്തെ മാധ്യമങ്ങളിലൂടെ കൈകാര്യം ചെയ്ത് വികൃതമാക്കുകയും ചെയ്തു. ഇവിടെ ജിയോ മനസ്സിലാക്കുന്നു, പ്രശ്നം 16 18 എന്നൊന്നുമല്ല. 16-ലും 18-ലും ചുറ്റുവരിഞ്ഞ് കിണഞ്ഞു പിണഞ്ഞ് നടക്കുക എന്നതും അതിൽ മാത്രം ചർച്ച ചെയ്യുക എന്നതും ഒരിക്കലും ജിയോ ഈ സെമിനാറിലൂടെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇതിനെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്തത് എന്ന്, അതിലേതായിരുന്നു ശരിയെന്ന്, ആരാണ് അതിൽ കപടത കാട്ടിയതെന്ന് തീർച്ചയായും പിച്ച് ചീന്തപ്പെടേണ്ടതുണ്ട്, വലിച്ചു കീറപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ മതനേതാക്കൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞ കുറച്ച് കാരണങ്ങളുണ്ട്. ഇസ്ലാമിൽ എവിടെയാണ് അതിന് ന്യായമെന്നും ചരിത്രത്തിലെ ഇസ്ലാമിലെ സ്ത്രീയെ അങ്ങനെയാണോ അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്നും നാം ശക്തിയുക്തം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ പറഞ്ഞ കാരണവുമായി ഈ വിവാഹപ്രായത്തിന്റെ വിവാദവുമായി ബന്ധം? 16 വയസ്സിലേക്ക് വിവാഹപ്രായത്തെ താഴ്ത്തണമെന്നവർ പറഞ്ഞു. മുസ്ലിം പെൺകുട്ടികൾ, അവർ മാത്രമല്ല കൗമാരക്കാരായ പെൺകുട്ടികൾ പ്രേമത്തിൽ അകപ്പെടുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണല്ലോ. അതിനാൽ അവർ മറ്റു വിവാഹങ്ങൾക്ക് സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ ആരെയാണോ പ്രേമിക്കുന്നത് ആ സമയത്ത് അവർ മറ്റു വിവാഹങ്ങൾക്ക് സമ്മതിക്കാത്തതിനാൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുക. അതിനവൾക്ക് 18 വയസ്സായില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അതിനെ തടഞ്ഞു നിർത്തിയാൽ അവൾ വ്യഭിചാരത്തിലേക്ക് പോകും എന്നതാണ് അവർ ഉയർത്തിയ ഒന്നാമത്തെ ന്യായം. എവിടെയാണ് അതിന് പ്രസക്തി? എന്താണ് അതിലെ ന്യായം? 16 വയസ്സിൽ പെൺകുട്ടികൾ പ്രേമത്തിൽ അകപ്പെടുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുറപ്പാണുള്ളത്? 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി 21 വയസ്സായ ചെക്കനെ തന്നെയാണ് പ്രേമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കാരണം ആർക്കും ഈ ചർച്ചയിൽ 21 വയസ്സാണ് പുരുഷന്റേതെന്നതിന് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലല്ലോ. അതെന്റെ ആർക്കും പ്രയാസമില്ലാതായി തീർന്നത്? തന്റെ +2 ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ സഹപാഠിയായ ഡിഗ്രി തലത്തിലെ തന്റെ ക്യാമ്പസിൽ പഠിക്കുന്ന ഡിഗ്രി തലത്തിലെ വിദ്യാർത്ഥികളുമായി ആൺകുട്ടികളുമായി ഒരു പ്രേമബന്ധവും പുലർത്തുന്നില്ല എന്ന് ഏത് പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്? അങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയെ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റില്ലേ സഹോദരിമാരെ? അങ്ങനെയാണോ ഈ വിഷയത്തെ ചികിത്സിക്കേണ്ടത്? ഇഖ്റ എന്ന് പറഞ്ഞു തുടങ്ങിയ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനപൂർവ്വം സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ ലോക മനുഷ്യർക്ക് ആകമാനമുള്ള അറിവിനായി വേണ്ടി തന്ന ഇഖ്റ എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് നമ്മളൊന്ന് ഓർക്കണം. നീ തിന്ന്, നീ കുടിക്ക്, നീ വീടെടുക്ക്, നീ കെട്ട് എന്നല്ലല്ലോ പറഞ്ഞ. നീ എന്താ പറഞ്ഞത്? ഇഖ്റ, നീ വായിക്ക്, നീ പഠിക്ക്, നീ ചിന്തിക്ക്, നീ അറിവുള്ളവരാവുക, നീ പ്രബുദ്ധരാവുക എന്നതാണ് അള്ളാഹു ലോക സൃഷ്ടികളിലുള്ള മുഴുവൻ സകല ജനങ്ങൾക്കും അള്ളാഹു നൽകിയ ഒന്നാമത്തെ കൽപ്പന. നീ വായിക്കുക എന്നതാണ്. എവിടെയാണ് അവിടെ സ്ത്രീകളെ? നിങ്ങളെ കുറിച്ചല്ലോ അത് പറഞ്ഞത്. അത് നിങ്ങളിൽ പാതിയായ സമൂഹത്തിന്റെ മറ്റു പാതിയായ പുരുഷനെ കുറിച്ചാണെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? ഇത് പ്രേമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ പുരോഗമനത്തെ, സമുദായത്തിന്റെ മുന്നോക്കത്തെ ആരാണ് ഇവിടെ തടഞ്ഞത്? ആരാണ് തടസ്സപ്പെടുത്തിയത് എന്ന് തീർച്ചയായും ഞങ്ങൾ ധൈര്യസമേതം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണോ ഇതിനുള്ള ചികിത്സ? ഈ വിവാഹപ്രായം എന്ന വിഷയത്തിൽ തീർച്ചയായും ജിയോ അതിന്റെ കൃത്യമായ നിലപാട് തുടർന്നുള്ള ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജിയോവിന്റെ നിലപാട് 18 വയസ്സ് എന്ന് തന്നെയാണ്. കാരണം എപ്പോഴാണോ നിലവിലെ ഒരു നിയമം ശരീഅത്തുമായി മത്സരിക്കുകയും ശരീഅത്തുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നത്, ശരീഅത്തിന് എപ്പോഴാണോ ഏതെങ്കിലും ഒരു വ്യവസ്ഥ
എതിരായി നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിൽ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കേണ്ടത്. നമുക്കറിയാം ഇസ്ലാമിൽ പ്രായം എന്നത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ പ്രായം കൃത്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ കരുതുന്നു അത് വളരെ യുക്തിപൂർവമാണ് പ്രായം കൃത്യപ്പെടുത്താതിരുന്നത്. അത് വളരെ യുക്തിപൂർവമായ ഒരു നടപടിയായിട്ടാണ് തീർച്ചയായും ജിയോ അതിന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെണ്ണിന്റെയും ആണിന്റെയും പക്വത എന്നത് അത് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് തീർച്ചയായും ജിയോ മനസ്സിലാക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വയസ്സ് എന്നത് കൃത്യപ്പെടുത്താട്ടെ. പക്ഷെ അപ്പോഴും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വിവാഹം കഴിക്കുന്ന ആളിനെ പ്രായപൂർത്തിയും പക്വതയും എത്തിയിരിക്കണമെന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന. അത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല, ആണായിരിക്കട്ടെ, ആണോ പെണ്ണോ ആവട്ടെ, അവരെന്ത് ചെയ്യണം? പ്രായപൂർത്തി എത്തിയിരിക്കണമെന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്നിരിക്കെ ഒരു വിവാഹത്തിന് ആ വിവാഹം സാധുവാകണമെങ്കിൽ പെണ്ണിന്റെ സമ്മതം നിർബന്ധമാണെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അതാണ് യഥാർത്ഥത്തിന്റെ ഇസ്ലാമിന്റെ തനത് രൂപത്തിലുള്ള നിയമം എന്നിരിക്കെ എവിടെയാണ് 16 താഴ്ത്തണമെന്നതിന്റെ പ്രസക്തി? 18 പ്രശ്നമാണെന്നതിന്റെ പ്രസക്തി? കുട്ടികൾ പഠിക്കട്ടെ, അവർ വിദ്യ അഭ്യസിക്കട്ടെ, അവർ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലെത്തട്ടെ, അവർ സമൂഹത്തിന് കൃത്യമായി ഇടപെടൽ നടത്തി ഒരു മുസ്ലിം എന്ന പേരിൽ ഇസ്സത്തോടുകൂടി ഇസ്ലാമിന്റെ അന്തസ്സിനെ ഉയർത്തിക്കൊണ്ട്, ഇസ്ലാമിന്റെ പ്രൗഢിയെ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇടപെടാൻ അവർക്ക് കെൽപ്പും പ്രാപ്തിയും എത്തട്ടെ എന്ന് തന്നെയാണ് തീർച്ചയായും ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതിനൊരിക്കലും ഇസ്ലാം തടസ്സമല്ല തന്നെ. ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആഴത്തിലേക്ക് നമ്മൾ ചില ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. നമ്മൾ നോക്കൂ, സ്ത്രീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പല പ്രശ്നങ്ങളുമുണ്ടല്ലോ. മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവും അവന്റെ പ്രവാചകനും അഥവാ ഇസ്ലാം എന്ന ഒരു സംസ്കാരം മുസ്ലിം സ്ത്രീക്ക് അനുവദിച്ചു നൽകിയ ഇതുവരെ അവൾക്ക് ലഭിക്കാത്ത എത്രയെത്ര നീതി നിഷേധങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നും എന്റെ ആർക്കും ഒരു ചോദ്യ വിഷയമാവാത്തത്? എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് ചില കാരണങ്ങളാൽ ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞ എന്നാൽ ഹലാലാക്കിക്കൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നിയമങ്ങൾ എത്രമാത്രം നമ്മുടെ പെൺകുട്ടികളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീധനം. ഇസ്ലാം ഹറാമാക്കിയ ഒന്നിനെ മഹർ അല്ലയോ പെൺകുട്ടികളെ, വിവാഹം ചെയ്യാൻ വരുന്ന പുരുഷനോട് നിങ്ങൾക്ക് എത്രയാണ് സമ്മാനമായി നൽകേണ്ടത് എന്ന്, അത് പണമാവട്ടെ പണ്ടമാവട്ടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ആളുകൾ മഹറോ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലുണ്ടോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. മറിച്ച് സ്ത്രീധനമോ മുസ്ലിം സമുദായത്തിൽ അത് അങ്ങനെയൊന്നും മാത്രമല്ല കേട്ടോ, മുസ്ലിം സമുദായത്തിൽ സർവ്വവ്യാപകമായി നടക്കുന്ന ഒന്നാണ് സ്ത്രീധനം എന്ന മട്ടിലും ഇന്ന് വന്നിരിക്കുന്നു. നമ്മുടെ ഒരു പ്രമുഖനായ സമുദായ നേതാവ്, നമ്മളേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമുദായ നേതാവ് ഈ ആഴ്ചയിലെ ഒരു പ്രമുഖ വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, വിവാഹത്തെ പ്രായത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 16 വയസ്സ് എന്നത് പ്രേമത്തിന്റെ സമയമാണ്, അതുകൊണ്ട് നല്ലത് തന്നെയാണ്, 18 എന്ന് തന്നെയാണ് നല്ലത്. രണ്ടാമത് ചോദിക്കുന്നു, അല്ല ഈ സ്ത്രീധനം എന്ന പ്രശ്നമുണ്ടല്ലോ, അത് പ്രയാസമാണല്ലോ, എന്താ താങ്കളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം വളരെ വിശാലമായി പറയുന്നു, സ്ത്രീധനം അത് 2 വിധമുണ്ട്. ഉപദ്രവമുള്ള സ്ത്രീധനവും ഉപകാരമുള്ള സ്ത്രീധനം. ആർക്കുപദ്രവം ആർക്കുപകാരം? ആർക്കാ ഉപദ്രവം ആർക്കാ ഉപകാരം? അങ്ങനെ ഒരു സ്ത്രീധനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലുമില്ലല്ലോ. എങ്കിൽ അങ്ങനെ 2 സ്ത്രീധന വിഭാഗമുണ്ട് കേട്ടോ. സ്ത്രീധനം എന്നത് ഉപകാരമുള്ളതും ഉപദ്രവമുള്ളതും. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ കെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ പിതാവ് സന്തോഷത്തോടെ വല്ല സമ്മാനവും നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തിനാണ് അതിന് സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നത്? അങ്ങനെ തടയേണ്ടതുണ്ടോ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, ഉമ്മമാരെ,
നിരനിരയായി പിതാക്കന്മാര് നിൽക്കുകയാണ്. എങ്ങനെ? ദാ സസന്തോഷം ഞാൻ ദാനമായി സമ്മാനമായി നിങ്ങൾക്കിതാ ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു. എങ്കിൽ ഏറ്റവും നന്നായി ആരാണോ സമ്മാനം നൽകുന്നത്, ഈ കൊട്ടക്കണക്കിന് സമ്മാനം കൂടുതലായി നൽകുന്നത് ആരാണോ ആ പിതാവിന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം എന്നാണോ മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ തീരുമാനിക്കേണ്ടത്? അതാണോ താങ്കൾ പറഞ്ഞതിന്റെ ഉത്തരമെന്ന് ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, പെൺകുട്ടിക്ക് വസ്ത്രം പോലും വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരു യുവാവ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കടമായോ താൽക്കാലിക സഹായമായോ നൽകുന്ന ദാനത്തെ എന്തിനാണ് നമ്മൾ തടയുന്നത്? അതാണോ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പോലും കെൽപ്പില്ലാത്ത പുരുഷനോടാണോ ഇസ്ലാം നീ വിവാഹം ചെയ്യുന്ന കൽപ്പിച്ചത്? അതല്ല, പെണ്ണിന് ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ കെൽപ്പും പ്രാപ്തിയുമുള്ള പുരുഷനോടാണോ നീ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നീ നോമ്പനുഷ്ഠിക്കുക എന്ന് ഇസ്ലാം കൽപ്പിച്ചത്? കടം എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല എങ്കിൽ, സാമ്പത്തികമായി ഞാൻ ഏറെ പരുങ്ങലിലാണെങ്കിൽ ഒരു വിവാഹം ചെയ്തു കൊള്ളാം എന്ന് ആലോചിക്കുകയാണോ മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണോ താങ്കൾ പറഞ്ഞ സ്ത്രീധനം? ഉപകാരമുള്ളതും ഉപദ്രവമുള്ള സ്ത്രീധനം. ഇത് ഒരു ലജ്ജിപ്പിക്കുന്ന ഏർപ്പാട് തന്നെയാണ്. കാരണം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ പഠനം ഇതിലുണ്ടല്ലോ. പ്രവാചകൻ നമുക്ക് അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ ഖുർആൻ പഠിക്കണ്ട എന്ന് സ്ത്രീകളോട് പറയുമ്പോൾ, ഖുർആൻ ദർസുകളിൽ നിങ്ങൾ പങ്കെടുക്കണ്ട എന്ന് സ്ത്രീകളോട് പറയുമ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണതെന്ന്. ആയിഷ ബീവി ഹദീസുകൾ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും പ്രവാചകനോട് തങ്ങൾക്ക് വ്യക്തമാവാത്ത കാരണങ്ങൾ, അല്ലയോ പ്രവാചകരെ, ഇതിലെന്താണ് കൂടുതലായി താങ്കൾക്ക് പറയുവാനുള്ളത്? ഇതിലെനിക്ക് ചെറിയ സംശയമുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തന്നാലും പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോടുകൂടി പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രവാചക തിരുനബിയുടെ ഭാര്യ, സ്വന്തം പത്നി ആയിഷയാണല്ലോ നമുക്ക് മാതൃക. അതുകൊണ്ട് തന്നെയാണല്ലോ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹഫ്സ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, സ്ത്രീധനം അല്ല മഹർ ചോദിക്കുന്നതിന്റെ പെരുപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്, നമ്മുടെ പുരുഷന്മാർ പ്രയാസപ്പെടുന്നുണ്ട്, അത് കുറച്ചൊന്ന് കുറക്കണം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹഫ്സ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് താങ്കൾക്ക് അതിനുള്ള അവകാശം? അള്ളാഹു തങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന അവകാശപ്പെടുത്തി തന്ന മഹറിൽ കുറക്കണമെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതേ ധൈര്യം തന്നെയാണ് തീർച്ചയായും ജിയയോവും ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രമുഖനായ സമുദായ നേതാവിനോട് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. കാരണം മുസ്ലിം സമുദായം എന്നത്, അതിലെ മുസ്ലിം സ്ത്രീ എന്നത് ഏറെ പരിഹാസത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയെന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലെങ്ങനെയാണ് മതേതരവാദികൾ ഇടപെട്ടത് എന്ന് ഞാൻ തീർച്ചയായും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്കിലും ചില വശങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. വിധവാ വിവാഹം എന്നത് ഇസ്ലാമിൽ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുവേണ്ടി ആരും എന്റെ ശബ്ദമുയർത്താത്തത്? ഭർത്താവ് മരിച്ച ചെറിയ മക്കളെ അനാഥരാക്കി ഭർത്താവ് മരണമടയുകയും പിന്നീട് ഏറെ ക്ലേശപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സമൂഹത്തെ ഇസ്ലാം സങ്കല്പിച്ചുകൂട്ടുകൂടിയില്ല. അങ്ങനെ ഒന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു സാമ്പത്തിക ബാധ്യതയും സ്ത്രീയുടെ മേൽ ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടുമില്ല. മറിച്ച് സാമ്പത്തിക ബാധ്യത എന്നത് പുരുഷന്റെ ചുമതലയാണ്. വിവാഹം കഴിഞ്ഞ് കുട്ടിയായി ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിക്കൊടുക്കാനാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടത്, സമുദായ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇസ്ലാം നൽകുന്ന പാഠം. ആരാണിതിൽ ശ്രദ്ധിക്കുന്നത്? ഇവിടെ വിധവകളായ സ്ത്രീകളുടെ വിവാഹത്തിന് നിങ്ങൾ എന്തുകൊണ്ട്, സമുദായ നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? അവർ ജോലി ചെയ്ത്, അവർ കഷ്ടപ്പെട്ട്, അവർ വീട് നോക്കി, അവർ വിദ്യാഭ്യാസം നൽകി, ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും രണ്ടുപേരുടെയും ഡ്യൂട്ടി ഒരേ സമയത്ത് അവർ ചെയ്തു കൊള്ളട്ടെ എന്നത് ആരുടെ പാഠമാണ്? അതൊരിക്കലും ഇസ്ലാമിൻ്റെതല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ, അബൂ സലമ മരണപ്പെട്ട വിവരം പറഞ്ഞപ്പോൾ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മൾ നോക്ക്, നല്ല സങ്കടത്തോടെ വരുന്നത് ഭർത്താവ് മരിച്ച വിഷമത്തില്.
വിഷമം അറിയുന്നവനാണ് പ്രവാചകൻ. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, യാ ഉമ്മു സലമ, നീ ഈ ഇഹലോകത്ത് നല്ല ഒരു ഇണയെ കിട്ടുവാൻ നീ പ്രാർത്ഥിക്കുക. ആരോടാ പറയുന്നത്? നമ്മളാണെങ്കിൽ എന്താ പറയാ? അല്ലോ നോക്കി എന്തൊരു കഷ്ട. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യാ ഉമ്മു സലമ, നീ എന്ത് ചെയ്യുക? നല്ല ഒരു ഇണയെ കിട്ടാൻ നീ പ്രാർത്ഥിക്കുക. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉമ്മു സലമ പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഇണയായി കിട്ടുകയും ചെയ്തു. ആർക്ക്? ഉമ്മു സലമക്ക്. ഇതാണ് സഹോദരിമാരെ വിവാഹമോചിതയായ വിധവകളുടെ വിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. പള്ളി പ്രവേശനത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരികൾക്ക് പ്രത്യേക സൗകര്യം. ഒരു രസകരമായ ഒരു ചോദ്യമുണ്ട്. ടിക്കറ്റ് നോക്കിയിട്ടാണോ നിങ്ങൾ യാത്രക്കാരാണെന്ന് നിശ്ചയിക്കുക? അങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരെയും കടത്തിവിടുക? പള്ളി പ്രവേശനം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള പ്രവേശനം തടയുവാൻ നിങ്ങൾക്ക് ആർക്കാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം. മഹല്ലുകളിൽ നമുക്കറിയാം, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയുമായിരുന്ന പ്രവാചകന്റെ ചരിത്രത്തിലെ കാര്യം എവിടെയാണ് അത് ഉള്ളത് എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മഹറും സ്ത്രീധനവും പള്ളിപ്രവേശനവും വിദ്യാഭ്യാസവും ഇസ്ലാമിന്റെ തനത് ശൈലിയിൽ അതിന്റെ തനിമയോടുകൂടി ചർച്ച ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ തയ്യാറാവണമെന്ന്. അപ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ, നല്ല ഒരു മുസ്ലിം സ്ത്രീ കൂട്ടായ്മയെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതിൽ സമുദായ നേതാക്കൾക്ക് വന്ന വീഴ്ച അവർ പരിഹരിക്കുകയും തുടർന്നുള്ള ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രം എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ അവകാശങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ, നൽകിക്കൊടുക്കുവാൻ, അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നും ഈ സെമിനാറിൽ തീർച്ചയായും ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വേറെ ചിലർ മതേതരത്വം എന്ന വിഷയം നമുക്കറിയാം. ഈ വിഷയത്തിൽ കോഴിക്കോട് ടൗണിലൊക്കെ ഇങ്ങനെ വമ്പൻ ബാനറുകൾ ഉയർന്നിരുന്നു. അതിൽ മഫ്തയിട്ട കരയുന്ന പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി. പ്രമുഖമായ ഒരു വാരികയിൽ ഒരു പ്രമുഖനായ ഒരു സംവിധായകൻ ഒരു ലേഖനം എഴുതി. അതിലും ഞാൻ കണ്ടു വലിയ മുഖമുള്ള, മക്കനയിട്ട, ചോരക്കണ്ണുനീർ ഒഴുക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. പാവം, അയ്യോ പാവം, ദാ ഞങ്ങളുണ്ട് കേട്ടോ രക്ഷിക്കാൻ എന്ന ഭാവത്തിലുള്ള കപട മതേതര മുഖവും ഞങ്ങൾക്ക് കാണുവാനായി. എന്തിനാണിത്? നേരത്തെ പറഞ്ഞുവല്ലോ, മഫ്ത വിഷയത്തിൽ GIO അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. GIO അതിൽ നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 26ഓളം കലാലയങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഫ്ത ധരിച്ച് പ്രവേശിക്കുന്ന പെൺകുട്ടികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന കലാലയങ്ങൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അഥവാ ആർക്കെങ്കിലും മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, പൗരാവകാശത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി പർദ്ദയിട്ട് മഫ്ത ധരിച്ച് കലാലയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അവൾ ബസ്സിൽ നിന്ന് അതഴിച്ച് ബാഗിൽ വെക്കണം. വെറുതെ കെട്ടിയുണ്ടാക്കി പറയുകയല്ല. അതുമല്ല എങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന്റെ ഗേറ്റിന് മുമ്പിൽ വെച്ചെങ്കിലും അവൾ ആ മഫ്ത അഴിച്ച് ബാഗിനുള്ളിൽ വെക്കണം. അല്ലാത്ത പക്ഷം അങ്ങോട്ട് കടന്നാൽ തീർച്ചയായും ആ കുട്ടിയെ മാനസികമായി വല്ലാതെ പരിഹസിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരു കുട്ടി പറയുകയാണ്, ഞാൻ ഏറെ അനുഭവിച്ചു ഇത്താത്ത. കാരണം എന്താ? ആ കലാലയത്തിൽ പഠിച്ച 2-3 വർഷവും ഞാൻ അസംബ്ലിയിൽ പങ്കെടുത്തിട്ടില്ല. എന്താ പ്രശ്നം? യൂണിഫോം ധരിക്കാത്ത കുട്ടികൾ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ യൂണിഫോം ധരിച്ചു പക്ഷെ മഫ്തയിട്ടു, ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ ഞാൻ അന്നേ വരെ ആ സ്കൂളിലെ അസംബ്ലിയിൽ പങ്കെടുത്തിട്ടില്ല. ഒരു ടീച്ചർ, അവരും ധരിച്ചിട്ടുണ്ട് ശിരോവസ്ത്രം, പക്ഷെ അത് വേറൊരു മതത്തിന്റെ ശിരോവസ്ത്രമാണെന്ന് മാത്രം. അവരും വന്നോട് പറഞ്ഞു, ഇതെന്താണ്? നിനക്കറിയില്ലേ ഇവിടുത്തെ നിയമങ്ങൾ? ഇത് പാടില്ലെന്നറിയില്ലേ? ഇതിനെതിരെ ശബ്ദിച്ചപ്പോഴാണ് സർക്കുലർ പുറത്തിറങ്ങിയത്. എന്ത് സർക്കുലറാണ് ഗവൺമെന്റ് പുറത്തിറക്കിയത്? ഈ നിരോധവുമായി, ശിരോവസ്ത്ര നിരോധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമര പരിപാടികളിൽ വല്ലവരും ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്ന സർക്കുലർ. എന്തുകൊണ്ടാണ് മതേതര സെക്യുലറിസ്റ്റ്വാദികൾ ഇത് കാണാതെ പോയത്? കാരണം ഇതും മതസ്വാതന്ത്ര്യമാണല്ലോ. ഇതും ജനാധിപത്യ മതേതരത്വ ഇന്ത്യയിലെ ഒരു കൂട്ടത്തിന്റെ അവകാശമാണല്ലോ അവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൃത്യമായ
ഇടപെടൽ. പക്ഷേ അത് മുസ്ലിം നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ഈ പർദ്ദയിട്ട് ശിരോവസ്ത്രം അണിഞ്ഞ് എനിക്ക് വിവാഹപ്രായത്തിൽ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം എന്താ? നിങ്ങൾ പുരോഗമനവാദികളല്ല. നിങ്ങൾ എപ്പോഴാണോ സമുദായത്തിൽ പുരോഗമനവാദികളുടെ അടുക്കൽ, സെക്യുലറിസ്റ്റുകളുടെ ഇടയിൽ, മതേതരവാദികളുടെ ഇടയിൽ, ബുദ്ധിജീവികളുടെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സ്ഥാനം കിട്ടുക, അങ്ങനെ സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ സമുദായത്തെ തള്ളിപ്പറയണം, നിങ്ങൾ ബഹുഭാര്യത്വത്തെ കുറിച്ച് പറയണം, നിങ്ങൾ വിവാഹമോചനത്തെ കുറിച്ച് ചീത്ത പറയണം, നിങ്ങൾ പർദ്ദയെക്കുറിച്ചും ശിരോവസ്തയെക്കുറിച്ചും 4 തെറി വിളിക്കണം. എങ്കിൽ നിങ്ങളെ ഞങ്ങൾ മുസ്ലിമായി, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മുസ്ലിമായി പരിഗണിക്കും എന്ന മതേതര കപടവാദികളുടെ മുഖവും തീർച്ചയായും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണല്ലോ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന തീവ്രവാദി സംഘടനയാണ് കേട്ടോ. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോഴും അവർ ഓശാരം പാടുന്നത്, അവർ അനുകൂലിക്കുകയും വോട്ട് ബാങ്കിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും അനുകൂലിക്കുകയും ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോട് കുടുസത പുലർത്തുന്ന, അവരെ ഇസ്ലാമിലല്ലാത്തതിന്റെ പേരിൽ അകത്തളങ്ങിലേക്ക് ഉന്താൻ പ്രേരിപ്പിക്കുന്ന, അവർക്ക് യഥാർത്ഥ അവകാശങ്ങൾ നിഷേധിക്കുന്ന മത യാഥാസ്ഥികരെ അവർ പ്രൊമോട്ട് ചെയ്യുകയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സ്ത്രീകൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയെ തീവ്രവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിലെ കപടതയും ഞങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് എന്ന് ഈ വേദിയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം വിവാഹങ്ങൾ 16ഉം 17ഉം വയസ്സിൽ, 13ഉം 14ഉം വയസ്സിൽ നടക്കുന്ന വിവാഹങ്ങൾ ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ മാത്രമുള്ളതല്ല. എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ പ്രദേശത്തെ പിന്നോക്ക പ്രദേശമായതുകൊണ്ടാണ്. സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒരു പ്രദേശം പിന്നോക്കാവസ്ഥയാണെങ്കിൽ അവിടെയൊക്കെയും ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിലാണ് ഒരു മേഖലയെങ്കിൽ അവിടെ നടക്കുന്നുണ്ട്. ആദിവാസി മേഖലകളിൽ നടക്കുന്നുണ്ട്, ഹരിയാന കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന് സത്യമല്ലേ, എന്നതിന് സാക്ഷ്യമല്ലേ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ സിയറ ലിയോൺ കൊണ്ടുവന്ന ശൈശവ വിവാഹ നിരോധന ആക്ടിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒപ്പുവെക്കാണ്ടിരുന്നത്? മലപ്പുറം പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ ശൈശവ വിവാഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ ഇന്ത്യ ഒപ്പുവെക്കാതിരുന്നത്? നമുക്കറിയാം, ആദിവാസി മേഖല എന്തുകൊണ്ടാണ് അവിടെ ആരും ശ്രദ്ധിക്കാത്തത്? ഇസ്ലാമിന്റെ പേരിൽ ഇത് പുരുഷാധിപത്യമാണ്, ഇവർക്ക് യാതൊരു തുറസ്സുമില്ല, ഇവർ കുടുസത അനുഭവിക്കുന്നു, ഇവർ പീഡിപ്പിക്കപ്പെടുന്നു, ഞങ്ങൾ മാത്രമേ ഇവർക്ക് രക്ഷകരായുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആദിവാസി കുടിലുകളിലേക്ക് നോക്കാത്തത്? അവിടെ പ്രശ്നം 16ഉം 17ഉം ഒന്നുമല്ല അവരുടെ പ്രശ്നം. എന്താ അവരുടെ പ്രശ്നം? 13ഉം 12ഉം 14ഉം വയസ്സിൽ തന്നെ ഗർഭിണിയാവുകയും അബോർഷൻ നടക്കുകയും ചാപ്പിള്ളയെ പ്രസവിക്കുകയോ പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങളും അമ്മമാരും മരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജനാധിപത്യ മതേതരത്വ ബോധം അവിടേക്ക് ശ്രദ്ധ പതിക്കാത്തത്? അപ്പോൾ അട്ടപ്പാടി എന്ന ഏതെങ്കിലും ഒരു വിഷയം എടുത്തു വരുമ്പോൾ മാത്രം അവിടെ സന്ദർശിക്കുകയും അനുശോചനം അറിയിക്കുകയും മാത്രമാണോ നിങ്ങളിലെ സ്ത്രീ സ്നേഹം, സ്ത്രീ ശാക്തീകരണ സ്നേഹം? അപ്പോൾ മാത്രമാണോ അത് ഉണരുന്നത്? മറ്റു പലപ്പോഴും മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ബേജാറ് കാണിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കണ്ണൂരിൽ നടന്ന ഒരു പ്രധാന പരിപാടിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കാര കുപ്പായവും നമസ്കാര സൗകര്യവും ഒരുക്കി ഒരു ഇടതുപക്ഷ നേതാവ്. എന്തിനു വേണ്ടി? വോട്ട് ബാങ്കിന് വേണ്ടി. ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാണോ ഇസ്ലാമിന്റെ അസ്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നെഞ്ചിലേറ്റു വാങ്ങുന്ന ഒരു സമുദായത്തെ എന്നാണോ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത്, അന്ന് മാത്രമേ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വീഴുകയുള്ളൂ. അതുവരേക്കും ഞങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ 2 കൈയും നീട്ടി ഇരിക്കേണ്ടതില്ല എന്ന് തീർച്ചയായും ഞങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മദ്യം എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ്? ഖജനാവിൽ നിറഞ്ഞു കവിയുന്ന പണത്തുട്ടുകൾക്ക് വേണ്ടി മദ്യത്തിനെതിരെ കണ്ടില്ലെന്ന് നടിച്ച് നിശബ്ദമായി
സകല മനുഷ്യരും, സകല രാഷ്ട്രീയ പാർട്ടികളും മദ്യത്തിന് നേരെ കണ്ണടക്കുകയും മദ്യം മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതല്ലേ. 3 ദിവസം മുമ്പുള്ള ഒരു ഫ്ലാഷ് ന്യൂസിൽ നമ്മൾ ഏറെ ഞെട്ടിപ്പിച്ചതാണ്. ഒരു അമ്മ, ആ അമ്മ സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. എന്തിന്റെ പേര്? കൊലപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്? സ്വന്തം മകളെ മദ്യലഹരിയിൽ വന്ന അച്ഛൻ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചപ്പോഴാണ്. ആരാണ് ഇതിലെ പ്രതി? നമുക്കറിയാം, നമ്മൾക്ക് പത്രമാധ്യമങ്ങൾ വിരുന്നൂട്ടിത്തരുന്ന പല പ്രശ്നങ്ങളിലെയും സ്ത്രീ പീഡന കേസുകളിലെയും പ്രധാന പ്രതി മദ്യമാണ് എന്നിരിക്കെ എടുത്തു നോക്കിയാൽ ഏത് ബുദ്ധിയുള്ളവന് മനസ്സിലാവുന്നതാണ് അതിലെ പ്രധാന വില്ലൻ പലപ്പോഴും മദ്യമാണ്. പലപ്പോഴും അതിലെ വില്ലൻ മദ്യമാണ് എന്നിരിക്കെ രാത്രിയിൽ 6 മണിക്ക് ശേഷം ഒരു പെൺകുട്ടി റോഡിൽ ഒറ്റപ്പെട്ടു പോയാൽ രാവിലെ മന്യന്മാരായി നമ്മുടെ അടുത്തിരുന്നവർ എങ്ങനെയാണ് വേറൊരു സ്വഭാവത്തിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നുവെങ്കിൽ, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ സുരക്ഷിതരാകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മദ്യത്തിനെതിരെ സത്യസന്ധമായ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവിടെ നിങ്ങൾ മൗനം പാലിക്കുകയും എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യത ഏറെ ലജ്ജാകരമാണ് എന്ന് പറയുവാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും മദ്യം എന്നത്, അതിനെതിരെ ശബ്ദിക്കുക എന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും വാദിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. നമുക്കറിയാം, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഏറെ എല്ലാ ചർച്ചയിലും വന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആരാത്? മലാല എന്ന പെൺകുട്ടിയെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടന്നു. ഒരു പ്രശ്നവുമില്ല, മലാലയോട് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല, യാതൊരു വിദ്വേഷവുമില്ല, മലാലയെ ഞങ്ങൾ അംഗീകരിക്കാത്തതുമല്ല. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് മലാല മാത്രം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ മഫ്ത ധരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് അത് ലഭിക്കാത്തതിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്യുകയും എന്നിട്ട് അതിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവിടേക്ക് ഒരു കണ്ണെങ്കിലും നിങ്ങളുടേത് ചെന്നെത്താത്തത്? ജനാധിപത്യത്തിന് വേണ്ടി ഈജിപ്തിൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്ത ഗവൺമെന്റിലെ തങ്ങളുടെ ഭരണാധികാരിയെ പട്ടാള അട്ടിമറിയിലൂടെ താഴേക്കിറക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് എതിരെ സമരത്തിനിറങ്ങുകയും സമര വിപ്ലവ പോരാട്ടത്തിലൂടെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത അമീന ബൽത്താജിയെയും സൽമ ബൽത്താജിയെയും പോലുള്ളവരെ, ഹബീബയെ പോലുള്ളവരെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവരെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാത്തത്? എന്തേ നിങ്ങൾ അവർ കാണുന്നില്ല? ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ചോദിക്കുവാൻ, അതിനെതിരെ ശബ്ദമുയർത്തുവാൻ നോബൽ പ്രൈസ് ജേതാവായ തവക്കുൽ കർമാൻ ഈജിപ്തിലേക്ക് പോകാൻ ശ്രമിക്കവേ അവരെ തടയുകയും അവർക്കവിടെ പ്രവേശനാനുമതി നിഷേധിക്കുകയും ചെയ്തത് എന്തേ നിങ്ങളുടെ ആരുടെയും പത്രങ്ങളിലെ ഒരു വാർത്തയാവാതെ പോയത്? എന്തുകൊണ്ടാണ് അപ്പോൾ മലാല മാത്രം എന്നതിൽ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. അല്ലയോ മതേതരവാദികളെ, ഇതിന് കൃത്യമായി നിങ്ങൾ ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയൊക്കെയും പറയുമ്പോഴും നമ്മൾ അറിയണം, ഞാൻ വ്യക്തമാക്കുന്നു, ഒരിക്കലും അന്ധമായ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ തീർച്ചയായും എതിരാണ്. ഈയടുത്ത് ഒരു പ്രമുഖയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരെന്നെ അടുത്ത് ചോദിച്ചു, അല്ല, എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു സംശയം, നിങ്ങൾക്ക് പ്രേമിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അയ്യോ പാവം, നിങ്ങൾക്ക് പ്രേമിക്കാൻ സ്വാതന്ത്ര്യമില്ല അല്ലേ? നിങ്ങൾക്ക് പ്രേമിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഞാൻ പ്രേമിക്കാം, വിവാഹത്തിന് ശേഷം പ്രേമിക്കാം. വിവാഹത്തിന് ശേഷം പ്രേമിക്കാം. ഞാൻ പറഞ്ഞ വിവാഹത്തിന് ശേഷം പ്രേമിക്കാം, പക്ഷെ അത് ആരെയാവണം? സ്വന്തം ഭർത്താവിനെ ആവണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കുക,
ഈ പ്രേമം, വിവാഹത്തിന് ശേഷമുള്ള പ്രേമത്തെയും അംഗീകരിച്ചുകൊണ്ട് എനിക്ക് ഇന്നൊരു ഭർത്താവെങ്കിൽ 2, 3, 4 മാസത്തിന് ശേഷം അവരുമായുള്ള ജീവിതത്തെ മടുക്കുകയും രണ്ടാമതൊരു പുരുഷനെ പ്രേമിക്കുകയും അവരുടെ കൂടെ ജീവിതം ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും അങ്ങനെ ഇടയ്ക്കിടെ ഭർത്താവിനെ മാറ്റുകയും ചെയ്യുന്നതിനാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വാദിക്കുന്നവർക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, അതിനുവേണ്ടി ഞങ്ങൾ വാദിക്കുമെന്നില്ല. കാരണം അത്തരത്തിലുള്ള കുടുംബ ഭദ്രതയ്ക്ക് പ്രോത്സാഹനം നൽകാത്ത, കുടുംബ ബന്ധത്തിന് ഊഷ്മളതയില്ലാത്ത, സ്വന്തം ഭർത്താവിനെ അംഗീകരിക്കുകയും സുഖസന്തോഷമായ സൗജ് എന്ന് പറഞ്ഞ ഖുർആനിന്റെ ഇണയും തുണയുമായ കുരുവികളെ പോലെ അവിടെ ആധിപത്യ മനോഭാവമില്ലാതെ, ഭാര്യയും ഭർത്താവുമല്ലാതെ ഇണയും തുണയുമായി കഴിയുന്ന ഒരു നല്ല കുടുംബജീവിതത്തിന് എന്നെന്നും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട്. തീർച്ചയായും അത് കുളിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചില ആളുകൾ ആഗ്രഹിച്ചതിന്റെ ഫലമാണല്ലോ ഇന്ന് തുടർച്ചയായി കുറച്ച് നാളുകളായി നമുക്ക് മുമ്പിൽ നിരന്നു വരുന്ന ഷെഫീഖിനെയും അതിഥി എന്ന 6 വയസ്സുകാരിയെയും കുറിച്ചുള്ള വാർത്തകൾ അത്തരത്തിൽ ഒന്നും മൂലം സംഭവിച്ചതാണ്. ഞാൻ ജീവിക്കുന്ന എൻ്റെ കൂടെ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് മടുക്കുകയും അതേസമയം തന്നെ വേറൊരു കാമുകനെ ഞാൻ വെച്ചു പുലർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ കൂടെ പോകുവാൻ എൻ്റെ കുഞ്ഞ്, എൻ്റെ കുരുന്ന്, എൻ്റെ സന്താനം, എന്നിൽ സകല സമാധാനവും ആശ്വാസവും കണ്ടെത്തുന്ന എൻ്റെ കുഞ്ഞു മക്കൾ എനിക്കൊരു തടസ്സമാവുന്നു എന്ന് കണ്ടപ്പോൾ ഉരുട്ടിയും തലക്കടിച്ചും 95% തലക്ക് മാരകമായ മുറിവേൽപ്പിച്ച് കയ്യും കാലും നാവും കണ്ണുമെന്നോ അനങ്ങാത്ത വിധം ആക്കി തീർത്ത ഒരു സംഭവ വികാസങ്ങൾ ഇതിലൂടെ ഉള്ളതാണെന്ന് തീർച്ചയായും ജിയോ മനസ്സിലാക്കുന്നു. കുട്ടികളോടുള്ള ഇത്തരത്തിലുള്ള ക്രൂരത ഇതിന്റെ കൂടി ഫലമാണെന്നും തീർച്ചയായും ജിയോ അതിനെ വായിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചയും പഠനവും നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ജിയോ ഇതിനുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ തന്നെ ഇതൊരു സെമിനാറിലൂടെ നിൽക്കുന്ന ഒരു വിഷയമോ ഒന്നുമല്ല എന്ന് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അടിത്തട്ടിലൂടെയുള്ള ബോധവൽക്കരണത്തിലൂടെ കൂടെ മാത്രമേ ഇതിനൊരു നല്ല മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ, തെറ്റ് തിരുത്തപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ ഒരു വിജയകരമായി തീർക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ലക്ഷ്യത്തിലൂടെയാണോ നമ്മൾ ഈ ഒത്തൊരുമിച്ച് കൂടിയത് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.